ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള ഫോട്ടോസൊക്കെ പ്രിൻ്റ് എടുത്തിട്ട് വരികയാണ്. 2025 വരുവാണല്ലോ, അപ്പോൾ കുറച്ച് മോട്ടിവേഷനൊക്കെ ആയിക്കോട്ടെ എന്ന് കരുതി. ഇത് സത്യം പറഞ്ഞാൽ കുറച്ച് ദിവസം മുന്നേ എടുത്ത വീഡിയോ ആണ്, പക്ഷെ ഇത് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് ഇപ്പോഴാണ് കേട്ടോ. വിഷൻ ബോർഡ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യണമെന്ന് ചെറുതായിട്ടൊന്നും മനസ്സിലൊരു ധാരണ ഉണ്ട്. പിന്നെ ദുബായിലായതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിൽ ഒരുപാട് ബുക്സോ കാര്യങ്ങളോ ഒന്നുമില്ല. ഞാൻ പിൻട്രസ്റ്റിൽ നിന്ന് ഫോട്ടോസൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് പ്രിൻ്റ് എടുക്കുകയാണ് ചെയ്തത്. അവരുടെ അടുത്ത് പോയിട്ട് കളർ പ്രിൻ്റ് ചെയ്ത് തരാൻ പറഞ്ഞാൽ ഈ പ്രിൻ്റ് എടുക്കുന്നവർ ചെയ്തു തരും. ഞാൻ ഇതുപോലെയാണ് കേട്ടോ പ്രിൻ്റ് എടുത്തിട്ടുള്ളത്. ഇത് ഞാൻ ഇൻഷോട്ടിലിട്ടിട്ട് ജസ്റ്റ് എഡിറ്റ് ചെയ്തിട്ടാണ് എനിക്ക് വേണ്ട സൈസിലേക്ക് ആക്കിയിട്ടാണ് ഞാനത് പ്രിൻ്റ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ ഫോട്ടോസ് മാത്രമല്ല, കുറച്ച് മോട്ടിവേഷണൽ കോഡ്സും ഉണ്ട്. അതും കൂടെ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യാൻ പോണത്. ഇതിലിനി ഓരോ ഫോട്ടോസായിട്ട് നമ്മൾ കട്ട് ചെയ്ത് എടുക്കണം. കുറച്ച് ടാസ്ക്കാണ്, എന്നാലും കുഴപ്പമില്ല. എനിക്ക് ഇഷ്ടമാണ് ഇത് ചെയ്യാൻ. ഞാൻ അത്ര ക്ഷമയുള്ള ആളൊന്നുമല്ല, പക്ഷെ ഇത് എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ ചെയ്യുന്നത് കൊണ്ട് കറക്റ്റായിട്ട് ചെയ്യുന്നു എന്ന് മാത്രം. ഈ ഒരു ക്യൂട്ടായിട്ടുള്ള ബുക്ക് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഞാനൊരു ജേർണലിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കവർ പേജിലാണ് ഞാൻ വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. കാരണം എൻ്റെ കയ്യിൽ വേറെ ഒന്നുമില്ല. എന്തെങ്കിലും ഒരു ബോർഡോ അല്ലെങ്കിൽ പേജസോ കാര്യങ്ങളോ ഒന്നും എൻ്റെ കയ്യിലില്ല. അപ്പോൾ എനിക്കത് ക്രിയേറ്റ് ചെയ്യാൻ വേണം. അതുകൊണ്ട് ഞാൻ ഇത് സെലക്ട് ചെയ്തു. ഇതിൽ ചെറിയ രീതിക്ക് പ്രിൻ്റ് എടുത്തിട്ട് ഇങ്ങനെ ഒട്ടിച്ച് വെച്ചാൽ മതി. ഈ ഒരു ബുക്ക് ചെറുതാണ് കേട്ടോ, അപ്പോൾ അതിനനുസരിച്ചാണ് ഞാൻ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ഫോട്ടോസൊക്കെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ കുറേ ആയിട്ട് ജേർണലിംഗ് ചെയ്യുന്നുണ്ട്. ജേർണലിംഗ് ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആണ് കേട്ടോ. പ്രത്യേകിച്ച് യൂട്യൂബ് നോക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് കണ്ടന്റ് ഒക്കെ എഴുതി വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര യൂസ്ഫുൾ ആണ്. ഇത്തവണ എന്തായാലും വിഷൻ ബോർഡും ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ മൈൻഡും അതുപോലെ സമയവും കറക്റ്റായിട്ട് ഇതിന് വേണ്ടിയിട്ട് കണ്ടെത്തി. ഫോട്ടോസ് എല്ലാം ഞാൻ ജസ്റ്റ് കട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഇങ്ങനെ വെച്ച് കൊടുത്തു, ഏതൊക്കെ രീതിക്ക് ഒട്ടിക്കണം എന്നുള്ളത്. അതിനിടയ്ക്ക് നന്നായിട്ട് വിശന്നു കേട്ടോ, കാരണം ഇത് നമ്മൾ അറിയില്ല ടൈം പോകുന്നത്. അപ്പോൾ ഞാനൊരു സ്ട്രോബെറി ഒക്കെ എടുത്ത് കഴിച്ചു. ഫോട്ടോസൊക്കെ ഒരുപാട് കട്ട് ചെയ്തുകൊണ്ട് തന്നെ വേസ്റ്റ് പേപ്പേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അതെല്ലാം ക്ലിയർ ചെയ്തു ആദ്യം, ഇല്ലെങ്കിൽ ടേബിൾ മുഴുവൻ വൃത്തികേടായിരിക്കും. അപ്പം അതെല്ലാം ആദ്യം ഒന്ന് ക്ലിയർ ചെയ്തു. വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. അതിൻ്റെ മുന്നേ ഒട്ടിക്കുന്നതിൻ്റെ മുന്നേ ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വെച്ച് കൊടുത്തു, എങ്ങനെ ഏതൊക്കെ രീതിക്ക് വെക്കണം എന്നുള്ളത്. ഞാൻ എൻ്റെതായ രീതിക്ക് കുറച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫസ്റ്റായിട്ട് ഞാൻ ഈ ഒരു ക്യാമറേൻ്റെ ഫോട്ടോ ഒട്ടിച്ച് വെച്ചു, കാരണം അത് കോർണറിലായിരുന്നു ഞാൻ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബാക്കിയെല്ലാം എനിക്കൊരു കൺഫ്യൂഷനായിരുന്നു, കാരണം ഗ്യാപ്പ് വരുന്ന ഉറപ്പായിരുന്നു. കാരണം കുറച്ച് ഫോട്ടോസേ ഉള്ളൂ. പക്ഷെ കുഴപ്പമില്ല, ഗ്യാപ്പ് വന്നു കഴിഞ്ഞാലും ഞാനതെന്തെങ്കിലും കളറൊക്കെ കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് കരുതി. ഗ്യാപ്പ് വന്നതെന്ന് കരുതി കുഴപ്പമൊന്നുമില്ല കേട്ടോ. അത് നമ്മുടെ ഇഷ്ടമാണ്, എങ്ങനെ വേണമെങ്കിലും നമുക്കത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഫോട്ടോസൊക്കെ റെഡിയാക്കി വെച്ചപ്പോൾ തന്നെ എനിക്കൊരു ഐഡിയ കിട്ടി, ഏതൊക്കെ രീതിക്ക് എവിടെയൊക്കെ ഫോട്ടോസൊക്കെ വെക്കണമെന്ന്. അപ്പം ഞാനതൊക്കെ ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ ജേർണലിംഗ് അല്ലെങ്കിൽ ഈ വിഷൻ ബോർഡൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഗോൾസൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റും, പോസിറ്റീവായിട്ട് ഇരിക്കാൻ പറ്റും, കുറച്ച് മോട്ടിവേറ്റഡ് ആയിരിക്കും, അതുപോലെ കുറച്ച് ക്രിയേറ്റിവിറ്റി ഒക്കെ കൂടും. നമുക്ക് എന്തെങ്കിലും 2025 അതായത് അടുത്ത വർഷം നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ നേടണമെന്നുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ക്രിയേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല മോട്ടിവേഷൻ കിട്ടും. ആൻഡ് ഫൈനലി ഇതാണ് എൻ്റെ വിഷൻ ബോർഡ്. എനിക്ക് കുറച്ച് കളർഫുൾ ആയിട്ടിരിക്കുന്നതാണ് ഇഷ്ടം, അതുകൊണ്ടാണ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ബ്ലാക്ക് തീമിലൊക്കെ നമുക്ക് ചെയ്യാം കേട്ടോ, അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. എനിക്ക് കുറച്ച് കളർഫുൾ ആയിട്ട് ക്യൂട്ടായിട്ടിരിക്കുന്നതാണ് ഇഷ്ടം, അതുകൊണ്ടാണ് ഈ ഒരു രീതിക്ക് ക്രിയേറ്റ് ചെയ്തത്. എൻ്റെ ഈ ഒരു ചെറിയൊരു വിഷൻ ബോർഡ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു, വീഡിയോയും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എന്തായാലും എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഇനി പുതിയ വീഡിയോസൊക്കെ ആയിട്ട് ഇനിയും വരാം. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്.